അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇങ്ങനെ ഒരു കത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കണ്ട, പക്ഷേ ഇതാദ്യമായിട്ടല്ല കേരളത്തോട് കേന്ദ്രം ഈ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ള ആരോപണം എല്ലാ തവണയും നിങ്ങൾ BJP അത് നിഷേധിക്കുന്നു. പക്ഷെ അത് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യമല്ലേ സംഭവിക്കുന്നത്? കാരണം ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാവുന്നില്ല. 3 സംഘങ്ങളുടെ റിപ്പോർട്ട്, PDNA-യുടെ റിപ്പോർട്ട്, ഉന്നതതല സംഘത്തിന്റെ റിപ്പോർട്ട്, പിന്നെ സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട്, ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടും ഇതിനകത്ത് ഒന്നിനും കേന്ദ്രത്തിന് വ്യക്തതയില്ല. ലെവൽ 3 വിഭാഗത്തിൽപ്പെടുത്തണോ അത് അറിഞ്ഞൂടാ, ഉന്നതതല സമിതി അന്തിമ തീരുമാനത്തിലായിട്ടുണ്ടോ അത് ഇല്ല, പ്രത്യേക ഫണ്ട് കേരളത്തിന് എപ്പോൾ കൊടുക്കും അതിൽ വ്യക്തതയില്ല. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞിട്ടും ഈ വ്യക്തത ഇല്ല എന്ന് പറയുന്നത് അത് വയനാട്ടുകാരോട് കാണിക്കുന്ന അനീതിയാണെന്ന് സംസ്ഥാന BJPക്ക് മനസ്സിലാവാത്തതാണോ? തീർച്ചയായിട്ടും താങ്കളോട് തന്നെ ശ്രീ കൃഷ്ണദാസ്. കേട്ടിരുന്നോ? അല്ല, ഞാൻ ഒറ്റ ചോദ്യമാണ് ഇത് എല്ലാവരും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു അനീതി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് ആദ്യമല്ല എന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷവും പ്രതിപക്ഷവും കോൺഗ്രസും. അപ്പോഴൊന്നും അങ്ങനെയല്ല, കേരളത്തിന് ഞങ്ങൾ ഇതാ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എന്താണ് തോന്നുക? 100 ദിവസമായി ആ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി വരെ വന്നുപോയി, ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. എപ്പോൾ സഹായം കൊടുക്കും, ലെവൽ 3 പെടുത്തുമോ, ഉന്നതതല സമിതിയുടെ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടായി, ഇതിലൊന്നും വ്യക്തതയില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരു ഉദാസീനതയാണ്? ഒരു സംസ്ഥാനത്തോട്, വയനാട്ടിലെ ജനതയോട് കാണിക്കുന്ന എന്ത് ഉദാസീനതയാണ്? അപർണ, ഞാൻ ഇതിന്റെ തുടക്കം മുതൽ ഉള്ള ചർച്ച കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സഹായം സംസ്ഥാനത്തിന് കിട്ടിയില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അടിസ്ഥാനം ഇതിനുണ്ടോ എന്നുള്ളതാണല്ലോ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും, അതൊരു സംസ്ഥാനത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ധനസഹായം ചെയ്യാൻ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു കെടുതി ഉണ്ടായാൽ അതിന് സഹായം നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അസസ്മെന്റിന്റെയും നടപടികളുടെയും എല്ലാം ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ് നടക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 80%, സംസ്ഥാന ഗവൺമെന്റുകളുടെ 20%, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ അതാത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട തുക മുൻകാലഘട്ടങ്ങളിലെ ദുരന്തങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾ നേരിടുന്ന കെടുതികളുടെ പശ്ചാത്തലത്തിൽ ആ അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരു വീഴ്ചയും ആ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൂചിപ്പിക്കുന്ന ഏതാണ്ട് 740 കോടി രൂപയോളം വരുന്ന ഫണ്ട് 3 ഘട്ടങ്ങളിലായി കേരളത്തിന് മുൻപേ ഉണ്ടായിരുന്ന 290 കോടി രൂപയും അതിന്റെ കൂടെ 145 കോടി രൂപയും അതിന്റെ കൂടെ അതിനുശേഷം ലഭിച്ചിട്ടുള്ള തുകയും എല്ലാം ചേർത്തുകൊണ്ടുള്ള കണക്കുകൾ പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള ചർച്ചകളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടെ ചർച്ചയുടെ എല്ലാം ഭാഗമായി വരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി സംസ്ഥാനത്ത് STRF-ന്റെ 291 കോടിയല്ലേ ആ കൂട്ടി വരുന്ന കണക്ക്? STRF-ന്റെ 291 കോടിയല്ലേ വീണ്ടും BJP പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറ്റൂ. ഒരു സംസ്ഥാനത്തിന് വെറുതെ പണം കൊടുക്കുക അല്ലെങ്കിൽ കണക്കില്ലാതെ പണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒരു സംസ്ഥാനത്തിന്റെ രീതിയിലും കഴിയില്ലല്ലോ. അത് സംസ്ഥാനം എന്ന് മാത്രമല്ല, കേന്ദ്രത്തിന് കഴിയില്ല, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് കഴിയില്ല, ഒരു സർക്കാർ സംവിധാനത്തിന് കഴിയില്ല. വ്യക്തികൾക്ക് കഴിയുമായിരിക്കും, സർക്കാർ സംവിധാനത്തിന് കഴിയില്ല. അപ്പൊ സർക്കാർ സംവിധാനത്തിൽ അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് നേരത്തെ ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ഞങ്ങൾ സൂചിപ്പിച്ചത്, സംസ്ഥാനത്ത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട്. അതിനുശേഷവും സംസ്ഥാനത്തിന്, അതായത് വയനാട്ടിലെ ദുരന്തം ഉണ്ടാകുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ സംസ്ഥാനത്തിലേക്ക് 145 കോടി രൂപ വന്നിട്ടുണ്ട്.
അങ്ങനെ വന്നിട്ടുള്ള പണം, സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്ന പണം, അത് ചിലവഴിക്കാൻ നിലവിൽ നമ്മളുടെ അറിവനുസരിച്ചിട്ടുള്ള കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 400-ലേറെ കോടി രൂപ സംസ്ഥാനത്തിന്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമുണ്ട്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഈ തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ അപർണ ചോദിച്ച ചോദ്യത്തിന് മാത്രമല്ല, നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമായ അങ്ങനെ പണം കിട്ടേണ്ടേ, സംസ്ഥാനത്തിന് കിട്ടേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കിട്ടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. BJPക്കും അത് തന്നെയാണ് അഭിപ്രായമുള്ളത്. പക്ഷെ അതേസമയം തന്നെ അങ്ങനെ സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്ന പണം ചെലവഴിച്ചുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് നേരിടേണ്ടി വരുന്ന എല്ലാ കെടുതികൾക്കുമുള്ള, പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെലവഴിക്കാനുള്ള സാഹചര്യം ഇരിക്കെ എന്തിനാണ് ഈ തരത്തിൽ നമ്മളൊരു കള്ളപ്രചരണം നടത്തുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, സംസ്ഥാനത്തിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് എന്നുള്ള നിലക്കല്ലാതെ ഏതെങ്കിലും ഒരു ഫണ്ട് ചെലവഴിക്കാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, വയനാട്ടിൽ ഈ തരത്തിലൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് ഏതെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി അതിന്റെ പാരാമീറ്റേഴ്സിനകത്ത് നിന്നുകൊണ്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായോ? അങ്ങനെ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുടെ നിലപാട് എവിടെ വരെ എത്തി? അത് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വിവാദങ്ങളുണ്ടായി, എത്രയോ ചർച്ചകളുണ്ടായി, എത്രയോ ആരോപണങ്ങളുണ്ടായി, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, സംസ്ഥാന ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വകുപ്പ്, ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ വകുപ്പ് ഏതെങ്കിലും ഒരു ഫണ്ട് വയനാട്ടിൽ ചെലവഴിച്ചതായിട്ടുള്ള കണക്കുകളുണ്ടോ? അതിനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിലെ മന്ത്രിമാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളും ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നാണ്. എനിക്ക് ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഷംഷാദ് മരക്കാറാണ്, അദ്ദേഹം തന്നെയാണ്. അതെ 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 ഞാൻ ആദ്യം കാണാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം അടക്കം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇവരോടെല്ലാം തിരിച്ചു ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അവിടെ ഒരു ടൗൺഷിപ്പ് പണിയണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വരണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. BJP അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ടൗൺഷിപ്പ് മാത്രമല്ല, അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. പക്ഷേ അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എവിടെയായി? അതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇന്ന് ബഹുമാനപ്പെട്ട AG കോടതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യം, അങ്ങനെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണം. അതൊന്നുമല്ല അതിന്റെ വാസ്തവം. അതൊക്കെ നമുക്ക് രാഷ്ട്രീയപരമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇത് ഏത് ലെവലിൽ പെടുത്തും? ദുരന്ത നിവാരണത്തിന്റെ ഏത് ലെവലിൽ പെടുത്തും? ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ കേന്ദ്രം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ UPA ഗവൺമെന്റിൽ കേന്ദ്രത്തിന് ഇടതുപക്ഷ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്തടക്കം, അതായത് ആദ്യത്തെ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും രണ്ടാമത്തെ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും അടക്കം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ടെക്നിക്കൽ വിഷയങ്ങൾ അദ്ദേഹത്തിലേക്ക് തന്നെ തിരികെ എത്താം. അതിന്റെ